പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വിശ്രമമില്ല. എല്ലാ ദിവസവും പ്രോഗ്രാമാണ്. എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. പൊതുവെ എപ്പോഴാണ് വീട്ടിലെത്തുക രാത്രി? പൊതുവെ ഒരു 10:30-11 മണി അതുവരെ ഓട്ടമായിരിക്കും ആയിരിക്കും. പ്രോഗ്രാം കഴിഞ്ഞ് പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അത് ചിലപ്പോൾ പഞ്ചായത്തുകളുടെ പരിപാടിയായിരിക്കും, ചിലപ്പോൾ ക്ലബ്ബുകളുടെ പരിപാടിയായിരിക്കും, ചിലപ്പോൾ സ്കൂളുകളുടെ പരിപാടിയായിരിക്കും. ചിലപ്പോൾ ക്ലബ്ബുകളുടെ പരിപാടിയായിരിക്കും. മനസ്സിലായില്ല, എല്ലാം ഞാൻ പറയാം. വന്നാട്ടെ. ഈ പ്രോഗ്രാമിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ മണ്ഡലത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും പദ്ധതികൾ ചെയ്തോ ഈ 2-3 വർഷത്തിനിടയിൽ? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. നമുക്ക് നല്ലൊരു വീട് വെച്ച് കൊടുക്കാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യമില്ല. എംപിയുടെ വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. എത്ര രൂപ ശമ്പളം ഉണ്ട്? 1,89,000 രൂപയാണ് ഒരു മാസം വരുന്നത്. അപ്പൊ എനിക്ക് ഏകദേശം ഒരു മാസം 1,10,000 രൂപയോളം ഇന്ധന ചെലവാകും. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി ഇല്ലാത്ത എംപി ആയിരുന്നു. വാഹനം ലോൺ എടുത്തിട്ടാണ് മേടിച്ചത്. ചുരുക്കി പറഞ്ഞാൽ കിട്ടുന്ന കാശ് തികയത്തില്ല. ഇല്ല, കടമാണ്. ആകെ ദാരിദ്ര്യമാ. പിന്നെ കാല് ഇടയ്ക്ക് വീണ് ഒരു പരിക്ക് പറ്റി സർജറി ചെയ്തു. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? 5 ലക്ഷം രൂപയോളം ചെലവായ സർജറിക്ക് 1,15 രൂപ, 1,15,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയമാകുമ്പോഴാണ് കയ്യിൽ ഡിസ്ചാർജ് ചെയ്യാൻ തുകയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു വഴി ഉണ്ടായിരുന്നത് ആകെ കൂടി ലോൺ എടുക്കുക എന്നുള്ളതാണ്. ലോണ് കിട്ടി, ആ ലോണ് നിന്നുള്ള തുക കൊടുത്തിട്ടാണ് ഡിസ്ചാർജ് ആയത്. മാസം ഒരു 25-26 തീയതി ഒക്കെ ആകുമ്പോൾ എണ്ണയടിക്കുന്ന പമ്പിൽ ചേട്ടാ അടുത്ത ഒരു 1-ാം തീയതി കഴിഞ്ഞിട്ട് തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 ദിവസം അടിക്കും. പക്ഷെ പിന്നീട് ഇപ്പോഴും കടമുണ്ട്. കടമാണ്. ഈ നിരന്തരമായ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ മടുപ്പൊന്ന് തോന്നത്തില്ലേ? ഒരു വ്യക്തി ജീവിത പേഴ്സണൽ ലൈഫ് ഇല്ലാത്ത തരത്തിലേക്ക് രാവിലെ മുതൽ ഇങ്ങനെ പൊതുജനങ്ങളുടെ വിഷയമായിട്ട് ഇങ്ങനെ ഒരു മടുപ്പ് തോന്നത്തില്ലേ? ഇതൊക്കെ എന്ത് പ്രവർത്തകരോടൊപ്പം, ആളുകളോടൊപ്പം, അല്ലെങ്കിൽ നമ്മള് യാത്രയിൽ അതിരിക്കുമ്പോഴാണ് അതിന്റെ ഒരു സന്തോഷമുള്ളത്. വെറും നുണയാ, പുളുവടിക്കാൻ ബഹുമിടിക്കുക. കേട്ടോ, രമ്യ ഹരിദാസ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. രമ്യ ജയിച്ചിട്ട് പോയതന്നെയല്ലേ, പിന്നെ ഈ സ്ത്രീകളെ കാണാൻ പോലും ഒന്നും വന്നിട്ടില്ലല്ലോ, ഈ ഭാഗത്തേക്കില്ലല്ലോ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.